ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് മീൻ പൊള്ളിച്ചതാണ്. ശരിക്കും ഈ മീൻ പൊള്ളിച്ചതുണ്ടല്ലോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം മിക്കവരും ഉണ്ടാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കണം. പിന്നെ ഈ ചോറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉച്ചയ്ക്ക് ഒരു നേരം ഇച്ചിരി ചോറുണ്ടില്ലേലുണ്ടല്ലോ വലിയ ഏനക്കെട. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യും, ഞാൻ എവിടെ പോയാലും ഏത് രാജ്യത്താണെങ്കിലും എല്ലാവരോടും ചോദിക്കും എനിക്കൊരു ഇച്ചിരി ചോറ് ഉച്ചയ്ക്ക് തരണേന്ന് പറയും. ഈ ചോറ് എപ്പോഴും കഴിക്കുന്നവർക്ക് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ഇന്ന് എന്നാ ചെയ്യണമെന്നറിയാവോ, ഒരു ചെറിയൊരു വെജിറ്റബിൾ ബിരിയാണി പോലെ ഒരു ഡിഷ് ഉണ്ടാക്കാം. അതിന് പ്രത്യേകിച്ച് നമുക്ക് വലിയ മെനക്കേടൊന്നുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമാണ്. ഈ പറഞ്ഞ കൂട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാന്നേൽ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു സാധനം ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നേരം അധികം പോകുകയല്ല, ഈ പറഞ്ഞ കൂട്ട് ഗസ്റ്റിനോട് വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് ചെയ്യാനും മാത്രമേ ഉള്ളൂ. ഈ നമ്മൾ സാധാരണഗതിയിൽ ബിരിയാണിയൊക്കെ വെക്കുവാന്നേൽ അരി തിളപ്പിച്ച് ഊറ്റി അതൊക്കെ ചെയ്യണം. പക്ഷേ അതൊന്നുമില്ല, നമ്മൾ അരി വറുത്ത് അത് വറ്റിച്ചെടുക്കുന്ന സാധനം. അതിന് വലിയ മെനക്കേടില്ല. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഈ പറഞ്ഞ കൂട്ട് പേനയും പേപ്പറുമായിട്ടൊക്കെ ഇരുന്നോണം. അതിൻ്റെ അളവ് എത്രയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് എഴുതിയെടുക്കുക. എന്നിട്ട് മീൻ പൊള്ളിച്ചതാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അത് കഴിക്കാം. അതല്ല നമ്മുടെ ചിക്കൻ പെരട്ടാണെങ്കിൽ കുറച്ചുകൂടെ സ്വാദ് കൂടും. ഇതെല്ലാം പോയിട്ട് ഒരു സാലഡ് മാത്രമാണ് മതിയെങ്കിൽ അതും നല്ലതാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാലഡ് ഒരു പ്രത്യേകതര സാലഡാണ്. അത് ഇതിൻ്റെ കൂടെ ധാരാളം മതി. ഈ ഒരു പപ്പടവും ഈ സാലഡും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഇത് ധാരാളം മതി. ഇനിയിപ്പം നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എഴുതിയെടുത്തോണേ. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ബസ്മതി റൈസാണ് ഇതിന് നല്ലത്. ഇത് ബസ്മതി റൈസിൽ ലോങ് ഗ്രെയിൻ റൈസാണ് ഏറ്റവും നല്ലത്. അത് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിക്കുക. ചിലർക്ക് ജീരക അരിയാണ് ഇഷ്ടം, അത് വാങ്ങിക്കുക. പക്ഷേ നമ്മൾ എപ്പോഴും ലൂസ് മേടിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയോ, നമ്മൾ അരി വേവുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ച് വേണം നമ്മൾ അരി വാങ്ങിക്കാൻ. പിന്നെ വേറൊരു ഗുണം അതിനകത്തുണ്ട്, നമ്മൾ ഏത് അരി കിട്ടിയാലും പിരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ വറുത്ത് വെച്ചാൽ അത് കുഴയേല, അത് പിരിഞ്ഞു പോകല എന്നൊക്കെ പറയും. ശരിയാ, ഞാനും അത് ട്രൈ ഔട്ട് ചെയ്തില്ല. പക്ഷെ വറുത്ത് വെച്ച് കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അളവ്, അതിൻ്റെ ആ അരി വേവുന്ന രീതി അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അരി പിരിഞ്ഞു പോകും. പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത്. ഇപ്പം ഞാനിവിടെ വാങ്ങിച്ചേക്കുന്ന ഒരു ലോങ് ഗ്രെയിൻ അത്രയല്ല, എന്നാലും ഇച്ചിരി ഒരു വലിയ അരിയാണ്. ഇതൊരു 1/2 kg അളവാണ് ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ ബസ്മതി അരി 1/2 kg. ഇതിൻ്റെ കൂടെ വേണ്ടത് ഒരു സവാള. സവാള എന്ന് പറയുമ്പോൾ ഒരു 6 വലിയ സവാള എടുക്കണം. അത് 6 എന്തിനാന്ന് വെച്ചാൽ 1/2 സവാള നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാനുള്ളതാണ്. 6 സവാളയും ഒരുമിച്ച് അരിഞ്ഞു വെച്ചേക്കുക. ആ അരിയുടെ അളവ് അനുസരിച്ച് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അളവ് എടുത്ത് വറുത്താൽ മതി. പിന്നെ ഒരു 2 വലിയ ക്യാരറ്റ്. ഇപ്പം ഈ ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കുന്നത് എന്നാന്നറിയോ, നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ അരിയിലിട്ട് അതായി വരുമ്പോഴത്തേനുണ്ടല്ലോ, അത് നീളത്തിൽ കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. അതല്ല നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയാണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതേ കൂട്ട് തന്നെ ബീൻസും അതേപോലെ നീളത്തിൽ, അതും ഈ പറഞ്ഞ പോലെ കനം ഒട്ടും വേണ്ട, കുറച്ച് കനം കുറച്ച് അരിഞ്ഞാൽ മതി. അതൊരു ബൗള്. പിന്നെ കോളിഫ്ലവർ. ഈ കോളിഫ്ലവർ എപ്പോഴും വെള്ളം തിളയ്ക്കുമ്പോൾ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്ത് അതിനകത്ത് കംപ്ലീറ്റ് പുഴുക്കളും അതിനകത്ത് വരുന്ന പെസ്റ്റിസൈഡ്സും എല്ലാം പോകുന്നതാണ് പറയുന്നത്. അത് തിളപ്പിച്ച് ഒരു 1/2 കോളിഫ്ലവർ. പിന്നെ ഒരു 2 വലിയ തക്കാളി, അതും ഇതേപോലെ കുഞ്ഞായിട്ട് അരിയണം. പിന്നെ വേണ്ടിയത് നമുക്ക് കടലപ്പരിപ്പ്, അതൊരു 1/2 kgക്ക് ഒരു 3 സ്പൂൺ. പിന്നെ വേണ്ടിയത് എന്നാന്നറിയോ, ഇന്ന് ഞാനിവിടെ ഗരം മസാല പൊടിച്ചതല്ല ഉപയോഗിക്കാൻ പോകുന്നത്, നമ്മൾ എടുത്തിട്ട് അത് പൊടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയത് കുറച്ച് പെരിഞ്ജീരകം. അതായത് ഞാൻ ആ പൊടിക്കാൻ നേരം അതിൻ്റെ അളവ് പറഞ്ഞു തരാം, എത്ര വീതമാണ് വേണ്ടിയെന്നുള്ളത്. ഇപ്പം പെരിഞ്ജീരകം വേണം, ഗ്രാമ്പു, കുരുമുളക്, കശകശ, ഏലക്ക, പട്ട, തക്കോലം. ഇതിത്രയും നമുക്ക് ഇന്ന് നമ്മൾ മിക്സിയിൽ തനിയെ പൊടിച്ചെടുക്കും. ഇനി അടുത്ത എന്നാന്ന് വെച്ചാൽ നമുക്ക് നെയ്യ് വേണം. നെയ്യ് എന്നാത്തിനാണെന്നറിയാവോ, ഈ ബസ്മതി വറക്കാൻ. നെയ്യ് ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഡാൽഡ ആയാലും മതി. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇല്ല, നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും തനിയെ വെച്ചാൽ അരിഞ്ഞിട്ടാലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തേച്ചാലും മതി. പച്ചമുളക് അരിഞ്ഞു വിടാം, അതല്ല ചതച്ചിടണമെന്നുണ്ടെങ്കിൽ ചതച്ചു വിടാം. പിന്നെ വേണ്ടിയത് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും.
പിന്നെ വേണ്ടത് മല്ലിയില, പിന്നെ ഞാൻ ആദ്യം നമ്മൾ ചിക്കൻ പെരട്ട് ചെയ്ത പോലത്തെ രമ്പയില. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ബിരിയാണി എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പാൻ കത്തിച്ചിട്ട് നെയ്യ് ഒഴിക്കണം. ഇതിപ്പോൾ 1/2 കിലോ അരിക്കുള്ള നെയ്യാണ്, ഒരു 4 സ്പൂൺ. ഈ നെയ്യ് നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിനി വേണ്ടത് എന്താ അറിയോ, ഒരു 2 കഷ്ണം പട്ട, ഇത്രയും മതി. ഈ പട്ടയാകും അധികം ഇടാൻ പാടില്ല. 2 കഷ്ണം പട്ടയും ഒരു 4 ഏലക്ക, പിന്നെ 2 ചെറിയ തക്കോല, അതേപോലെ ഒരു 4 ഗ്രാമ്പൂ. ഇത് ഇതിനകത്ത് ഇടുന്ന എന്നാന്ന് വെച്ചാൽ അറിയാവോ, നമ്മുടെ അരിക്ക് നല്ല ഫ്ലേവർ കിട്ടും. ഇപ്പം നെയ്യ് നല്ലതായിട്ട് ചൂടായി. ഇനിയിപ്പോൾ ഞാൻ ഈ അരി അതിനകത്തോട്ട് ഇടാൻ പോവാ. കഴുകി ഊറ്റി വെക്കണം, അത് അങ്ങനെ ഇടാം. ഇതിപ്പോൾ 1/2 കിലോ അരിയാണ്. അരിയുടെ വറുക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പരുവ് എങ്ങനെയാണെന്നറിയാവോ, ശരിക്കും ഇതിൻ്റെ വെള്ളം മുഴുവൻ അങ്ങ് വറ്റിയേച്ച് അത് ഇങ്ങനെ എന്നാ പറയുന്നത്, നമ്മൾ വായിലൊന്ന് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കടുകടുകട അങ്ങനെ ആവും. അതേപോലെ, അതായത് നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ച അരി മൊത്തം തിരിച്ച് ബാക്ക് ടു എന്നാ പറയുന്നത്, നമ്മൾ ഇട്ട പോലെ തന്നെ അരിയാവും. അതാ അതിൻ്റെ പരുവം. ഇതല്ല ഒന്നും മനസ്സിലാവുന്നില്ല, അയ്യോ ഇതാണോ പരുവം എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്നാ പറ്റുന്നറിയോ, നമ്മൾ ഇച്ചിരി മൂത്ത് വരുമ്പോഴത്തേക്ക് അടിയിലത്തെ അരിയൊക്കെ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരും. അതാ കണക്ക്. ഈ അരി നമുക്ക് എന്നാ ചെയ്യണമെന്നറിയോ, ഒരു തീ അങ്ങോട്ട് നല്ലോണം കുറച്ച് വെച്ച് നമ്മൾ അടുത്ത പാൻ അങ്ങോട്ടങ്ങ് കത്തിക്കുക. എന്ന് വെച്ചാൽ എന്നാന്നറിയോ, നമ്മുടെ ഗ്രേവി അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അരി ശ്രദ്ധിച്ചോണം, മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. ഇതൊന്നും നോക്കുകയല്ല കേട്ടോ. ഇപ്പം പറഞ്ഞ കൂട്ടെ, എനിക്ക് ഈ നമ്മുടെ അമ്മയൊക്കെ പറയുന്ന കൂട്ടെ, തനി നാടൻ സാധനം തന്നെയാണ് നമുക്കൊക്കെ കൈവാക്കിന് ഒക്കുകയുള്ളൂ. അന്നേരം പിന്നെ നമ്മൾ നോൺ സ്റ്റിക്കേ ഉപയോഗിക്കുകയുള്ളൂ എന്നൊന്നും പറയാനൊക്കത്തില്ല. പക്ഷേ ചില സമയത്ത് നോൺ സ്റ്റിക്ക് ആട്ടോ ഏറ്റവും ബെസ്റ്റ്. കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശീലമില്ലാതെ ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പകുതി മീൻ അതിനകത്ത് കിടക്കും. അതേപോലെ ചില സമയത്തൊക്കെ നമുക്ക് നോൺ സ്റ്റിക്ക് ഭയങ്കര ഉപകാരപ്പെടും. ഇനിയിപ്പോൾ ഇത് ഇവിടെ കിടക്കട്ടെ. ഇച്ചിരിയായിട്ട് ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത് തീയ്. അന്നേരം അത് ഇച്ചിരി കിടന്ന് അങ്ങോട്ടങ്ങ് മൂത്തോളും. ഈ സമയം ഇവിടെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിക്കണം, ഒരു 2 സ്പൂൺ നെയ്യ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുമോ, ഇത് മൊത്തം നെയ്യും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ നല്ലോണം കയറും എന്നല്ലേ വിചാരിക്കുന്നത്. പക്ഷെ അത്ര ഒന്നും ഇല്ല കേട്ടോ. ഇച്ചിരി നെയ്യൊക്കെ ഇല്ലെങ്കിൽ അതിനുള്ള ഫ്ലേവർ ഒന്നും വരികയില്ല. അതേ തന്നെ അത് മാത്രമല്ല, ഈ പറഞ്ഞ കൂട്ട് നമുക്ക് നെയ്യിലാണ് ഈ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ വറുത്തെടുക്കണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അത് ഉപയോഗിച്ചേ ഒക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സവാളയുടെ ഒരു പിടി, അതായത് നമുക്ക് കുറച്ച് മതി വറുക്കാൻ. എൻ്റെ കൈ ഇച്ചിരി വലുതാ, അതുകൊണ്ട് ഞാൻ ഒരു പിടി എന്ന് പറയുമ്പോഴത്തേന് ഇച്ചിരി ഉണ്ട് കയ്യിൽ വരുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്നാന്നറിയാവോ, നമ്മൾ ഇടുന്നതിൻ്റെ നേർ പകുതിയാവും അത് വറുത്ത് വരുമ്പോഴത്തേന്. ഇത് ഫ്രൈ ആവാൻ ഇച്ചിരി നേരം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് അരിയുടെ ഫ്ലെയിം ഇച്ചിരി അങ്ങോട്ട് കൂട്ടി വെച്ച് നമുക്ക് അതിനെ ഒന്ന് ഇച്ചിരി സ്പീഡിൽ വറുത്തെടുക്കാം. ഇപ്പം ഇത് അരി മൂക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളി നല്ല മൂത്ത് വരുന്നുണ്ട്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഞാനുണ്ടല്ലോ എല്ലാം മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കി ഭയങ്കര പ്രസൻറ്റ് ചെയ്ത് ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നേ. എല്ലാം കയ്യിൽ നിന്ന് പോയി. PC ജോർജ് സാറാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കയറി വന്നപ്പോഴത്തേര് എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയായിപ്പോയേ. അതുകൊണ്ട് പിന്നെ അങ്ങ് വർത്തമാനത്തിലോട്ടായി. എനിക്ക് നിങ്ങളോട് ആരാ വരുന്നത് എന്താണെന്നൊന്നും നേരത്തെ പറയാൻ പോലും ഒത്തില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ശരിക്കും നമ്മളെപ്പോലെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ എന്നാ പറയുന്നത്, സംഗീതത്തോട് ഒരുപാട് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതേപോലെ എൻ്റെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് മിക്കതും ഇപ്പോൾ സംഗീത ലോകത്തുള്ള ആൾക്കാരെ നമുക്ക് ഒത്തിരി ഗസ്റ്റായിട്ട് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ എന്നാ എനർജിയാണെന്ന് അറിയാവോ. ശരിക്കും ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറയാൻ ആരാന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം പറയുന്നില്ല, കുറച്ചിൻ്റെ പറയുന്നുള്ളൂ. ഇപ്പം കണ്ടോ, ഇത് നല്ല ബ്രൗൺ ആവണം. ഈ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉള്ളി ഉണ്ടല്ലോ ഒത്തിരി ബ്രൗൺ ആക്കി കഴിഞ്ഞാൽ
അത് ഒത്തിരി അങ്ങ് മൂത്ത് പോകും. ഇരുന്ന് വറുത്ത് കഴിയുമ്പോൾ ഇരുന്നൊരു മൂപ്പും കൂടെ അതിനുണ്ട്. അതുകൊണ്ട് ഒത്തിരി നമ്മൾ മൂപ്പിക്കരുത്. ഏകദേശം ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഇത്രയും ഉള്ളി ഫുള്ള് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് മാറ്റാം. ഇടയിലൊക്കെ ഇച്ചിരി പച്ചയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതങ്ങ് മാറ്റി വെച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് വറുത്ത് വെച്ചാൽ മതി, അതങ്ങ് മൂത്തോളും തന്നെ. ഇപ്പം ദേ എൻ്റെ അരി ഏകദേശം നല്ലതായിട്ട് അങ്ങ് മൂത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നാണെന്നറിയാമോ, എനിക്ക് ഈ പാനിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അരി എന്തായാലും വേവുകയില്ല. അപ്പോൾ എനിക്കിതിൻ്റെ കുറച്ചുകൂടെ ഒരു മുഴുത്ത പാൻ വേണം. ഇത്രയും വലിയ പാൻ വേണം. കാര്യം എന്നാണെന്നറിയോ, നമുക്ക് ലാസ്റ്റ് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു പാത്രത്തിൽ തന്നെ വെക്കുന്ന ഏറ്റവും നല്ല. ഇപ്പം ഇത് എൻ്റെ ഉള്ളി നല്ലതായിട്ട് അങ്ങ് മൂത്ത് കഴിഞ്ഞു. ഈ ഉള്ളി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുള്ള് മൂപ്പിച്ചിട്ടില്ല. ഇതേണ്ടേ ഇത്രേ ആക്കിയിട്ടുള്ളൂ. ഇതിനകത്ത് കാണാം ശരിക്കും ഇച്ചിരിയൊക്കെ ആയിട്ട് പച്ചയുണ്ട്. പക്ഷെ അത് കാര്യമാക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് മൂത്തോളും. ഇനി ഇതിനകത്ത് നെയ്യ് വേണ്ടിയവർക്ക് ഒഴിക്കാം, വേണ്ടാത്തവർ ഒഴിക്കണ്ട. പക്ഷേ എനിക്ക് എന്നാലും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറക്കാനായിട്ട് ഇതിനകത്ത് ഇച്ചിരി നെയ്യേ ഉള്ളൂ. അന്നേരം ഞാൻ ഒരു സ്പൂണും കൂടെ ഒഴിക്കുക. അപ്പം ഇപ്പം എല്ലാവരും പറയും, ആഹാ മോളെ നെയ്യോട് നെയ്യാന്ന് പറയും. പക്ഷെ എന്നാൽ ഇച്ചിരി ഒഴിക്കാതെ വെക്കുകയല്ല കേട്ടോ. ഇതാ ഒരു പിടി അണ്ടിപ്പരിപ്പ്. ഇത് കുറച്ചൊന്ന് മൂത്തേച്ചു മതി മുന്തിരിങ്ങ ഇടുന്നേ. നമുക്ക് നെക്സ്റ്റ് നമ്മുടെ വലിയ പാൻ എടുത്ത് അതിനകത്ത് ഈ വെള്ളം മുഴുവൻ ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അരി അതിനകത്തോട്ട് അങ്ങ് ഇടണം. ഇതേ കൂട്ട് തന്നെ ഒരു പിടി മുന്തിരിങ്ങ. വേണ്ട, ഇത്രയും മൂത്താൽ മതി. ഇതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലോട്ട് അങ്ങ് വയ്ക്കുക. ഇനിയിപ്പം നമ്മൾ ഇതിനകത്തോട്ട് ഗ്രേവി ഉണ്ടാക്കാൻ പോവുക. അത് തീ അങ്ങോട്ട് സിമ്മാക്കി വെച്ച് നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന അരി നമ്മുടെ വലിയ പാനിലേക്ക് അങ്ങോട്ട് ഇടുക. ഞാനിപ്പോൾ ഇതിന് നികത്തിയാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ ഇച്ചിരി നികത്തിയാണ് വെള്ളം ഒഴിച്ചേക്കുന്നത്. ഇത്രയും പോരാ, ഇതിനകത്തോട്ട് കുറച്ചുകൂടെ വെള്ളം വേണം. അതായത് അരി വേവുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡബിൾ ക്വാണ്ടിറ്റിയോളം അത് വലുതാവും. അപ്പം അതിന് നികത്തിയല്ല, കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് എന്നാ ചെയ്യണമെന്നറിയാവോ, ഇച്ചിരി ഉപ്പിടണം. അതായത് ഈ ചോറിന് വേണ്ടിയ ഉപ്പ്. ഇതങ്ങോട്ട് തിളച്ച് കഴിഞ്ഞേച്ച് തിളയ്ക്കുന്നിടം വരെ നമ്മൾ വിട്ടു കൊടുക്കുക. തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ സിമ്മിലാക്കി വെച്ച് നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം വേവ്. ചിലപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം കറക്റ്റ് ആവണം എന്നില്ല. കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടുക, അതിൻ്റെ വറ്റിക്കുക, അതിൻ്റെ വേവ് അനുസരിച്ച് നോക്കുക. ബസ്മതി അരിക്കുള്ള ഒരു പ്ലസ് പോയിന്റ് എന്നാണെന്നറിയാവോ, ചൂടിലിരുന്ന് ഇപ്പം നമ്മൾ അരി വേവിച്ച് വറ്റിച്ചെടുക്കുവാണെങ്കിൽ ആ ചൂടിലിരുന്ന് ഒന്നുകൂടെ ഒരു വേവ് ഈ അരിക്കുണ്ട്. അതുകൊണ്ട് ഫുൾ വേവിക്കരുത്. വേവിച്ച് കഴിഞ്ഞാൽ അരി ചിലപ്പോൾ കുഴഞ്ഞു പോകും. ഒരു 3/4 വേവൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ വായിലിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം അരി കടിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അടച്ചങ്ങനെ വെച്ചേച്ചാൽ മതി. നമ്മൾ എടുക്കുന്ന സമയം അത് ഒന്നുകൂടെ ഒരു വേവ് കഴിയും. ആ സമയം ഇത് തിളയ്ക്കുന്ന സമയം നമുക്ക് ഇപ്പുറത്ത് അതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാം. ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഉള്ളി മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് വഴറ്റാം. കാര്യം എന്താണെന്നറിയോ, ബാക്കിയൊക്കെ ഇച്ചിരി മെലിഞ്ഞ് അരിഞ്ഞുകൊണ്ട് അധികം വേവില്ല. ഈ ഉള്ളി ഇച്ചിരി ഒന്ന് ബ്രൗൺ ആയി ആ സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. അതല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും തനിയാണെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെ ഇടുവാണെങ്കിൽ ഇഞ്ചി 1 സ്പൂണും വെളുത്തുള്ളി ഒരു 2 സ്പൂണും. ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ നിറച്ചാണ് ഇഞ്ചിയും വെളുത്തുള്ളിനകത്ത് ഇട്ടേക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം ഇളക്കി കഴിഞ്ഞേച്ച് ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക്, സാധാരണ നമ്മൾ ബിരിയാണിയിൽ പച്ചമുളക് ചതച്ചാണ് ഇടുന്നത്. ഇത് ചതച്ചിടാം, അതല്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് അരിഞ്ഞിട്ടാലും മതി, എരിവ് അനുസരിച്ച്.
ഇതിപ്പം ഒരു 4-5 പച്ചമുളകുണ്ട്, ഞാൻ മുഴുവൻ ഇടുന്നില്ല, ഇച്ചിരി ഇടുന്നുള്ളൂ. ഇതേണ്ട ഈ സ്പൂണിനാണെങ്കിൽ ഒരു 2 സ്പൂൺ. ഈ സമയം ഇപ്പോഴത്തെ എൻ്റെ അരി നല്ലോണം തിളച്ചു. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കണം. ഇത് അടച്ചു വെച്ചേച്ച് ചെറിയ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറത്ത് ഗ്രേവി ആക്കാം. ഇടയ്ക്കൊന്ന് അരി ഇളക്കി കൊടുക്കുകയും വേണം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചച്ചോവ മാറി കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 2 വലിയ ക്യാരറ്റാണ് വേണ്ടതെന്ന്. പക്ഷേ എൻ്റെ പാനിനകത്ത് അത് മൊത്തം കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു ക്യാരറ്റ് ഫുൾ, അതായത് ഒരു മുഴുത്ത ക്യാരറ്റ് ഫുള്ളും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനകത്ത് ബീൻസ് ഇടാം. ഇതും ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ക്യാരറ്റ് ഇതിനകത്ത് കൊള്ളുന്നില്ല, അതേപോലെ തന്നെ എൻ്റെ പാനിനകത്ത് ബീൻസും കൊള്ളുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുക, അതിൻ്റെ പകുതിയെ ഇടുന്നുള്ളേ. ഇപ്പം തന്നെ കോളിഫ്ലവർ. ഇതൊന്ന് ഇതിനകത്ത് ഇടുന്ന സമയം നമുക്ക് നമ്മുടെ അരി എന്തായി എന്നൊന്ന് നോക്കണം. ചാടി പിടിച്ച് ഇത് തുറക്കരുത്. പണ്ട് ഞാൻ കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്കും ഇത് സംഭവിച്ചതാണ്. ഇങ്ങനെ ചാടി പിടിച്ചൊക്കെ എടുക്കുമ്പോൾ ഇതേണ്ട ആവി നമ്മുടെ ഈ 4 വിരലിലോട്ട് അങ്ങോട്ട് പിടിച്ചാൽ ഉണ്ടല്ലോ, നല്ല രസമാണ്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിന് ഒരുപാട് സമയം കൊടുക്കണ്ട, ഇച്ചിരി സമയം കൊടുത്താൽ മതി. ഞാൻ ഈ അരി വെന്ത ഒരു നേരമില്ലേ, ആ നേരം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം, അതായത് ഉള്ളി, ബീൻസ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഇതെല്ലാം വെന്ത് കിട്ടും. അതിൻ്റെ ആ സമയത്ത് നമുക്ക് തീ ഇച്ചിരി കുറച്ച് വെച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുള്ളൂ. എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. എന്നാലും മുളക് പൊടി അധികം വേണ്ട. വേണ്ട 1 സ്പൂണേ ഇടുന്നുള്ളൂ. ഈ സ്പൂണിനെന്നൊക്കെ പറയുമ്പോൾ പിന്നെ എണ്ണ അളവ് പറയാനാന്ന് പറയും അല്ലേ. ഇത് മല്ലിപ്പൊടിയും 1 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. ശരിക്കും ഈ ഗ്രേവിയിലുണ്ടാവുന്ന എരിവ് മാത്രമേ ഉള്ളൂ നമ്മുടെ ബിരിയാണിക്ക് വരുന്ന എരിവ്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്ത് ഗരം മസാല അല്ല, പൊടിയായിട്ടല്ല ഇടാൻ പോകുന്നത്, നമ്മളിപ്പോൾ അത് പൊടിക്കാൻ പോവുക. പെരിഞ്ജീരകം അത് 1 ടീസ്പൂൺ, ഗ്രാമ്പൂ ഒരു 8 എണ്ണം, കുരുമുളക് ഒരു 1/4 സ്പൂൺ മതി, എരിവ് കൂടണ്ട. പിന്നെ എനിക്ക് ശരിക്കും അമ്മയൊക്കെ പറയും മട്ടൻ കറിയിലൊക്കെ കശകശയൊക്കെ ഇട്ട് അരച്ച് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല സ്വാദാന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കശകശയും കൂടി ഇതിനകത്ത് ഇടുക. പിന്നെ ഏലക്ക ഒരു 6 എണ്ണം, പട്ട കുറച്ച് മതി, 1 കഷ്ണം പട്ട, തക്കോലം ഒരു എന്നാ പറയുന്നത് ഇത് മുഴുത്ത ഒരു പൂവാ, ഇതിൻ്റെ ഒരു ചെറിയ പൂവും കൂടെ എടുത്തേച്ചാൽ മതി, 2 തക്കോലം. ഈ മസാല നല്ലോണം പൊടിച്ചിട്ടുണ്ട്. പൊടിച്ചിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടുക. മുഴുവൻ ഇടണ്ട. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്. ഇനി നമുക്ക് എത്രയായാലും ഞാൻ പറഞ്ഞു ഇതിന് വേവ് കുറവാന്ന്, പക്ഷെ എന്നാലും നമ്മുടെ തക്കാളി നമ്മൾ ഇടണം. തക്കാളി ഒരു കുറച്ച്. അത് ഈ പറഞ്ഞോട്ട് എന്നാ പറയാൻ, എല്ലാത്തിൻ്റെയും കഥ ഒന്നുപോലെയാന്ന് പറഞ്ഞ പോലെ എൻ്റെ വാനിൽ ഒന്നും കയറുന്നില്ല. പച്ചക്കറി വേവുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രംബേല എന്ന് പറയുന്ന മാർക്കറ്റിൽ ഇത് നല്ലോണം കിട്ടും. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്തേക്ക് വരണം. അപ്പോഴത്തേക്ക് നല്ലൊരു എന്നാ പറയുന്ന ഒരു മണം നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാവും. ഇനി ഇതിനെ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഗസ്റ്റിനെ പറ്റി ഒന്നും പറയില്ല എന്ന്, ചുമ്മാ പറഞ്ഞ കേട്ടോ. നമ്മൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ശരിക്കും ഇന്ന് പറഞ്ഞ സംഗീതത്തിൻ്റെ എന്താ ഞാൻ പറയുക, എനിക്കൊന്നും ശരിക്കും വാക്കുകൾ മതിയാവില്ല അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീ രമേശ് നാരായണൻ സാർ തന്നെയാണ് നമ്മുടെ ഗസ്റ്റ്. അദ്ദേഹത്തോട് തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും അദ്ദേഹമായിട്ട് ഒരുപാട് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അതിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നത്. ഞാൻ പറയുന്നതിനെക്കാട്ടിലും അദ്ദേഹത്തിൽ നിന്നും കുടുംബത്തെ പറ്റിയും അദ്ദേഹം എന്താണ്, എങ്ങനെയാണ്, ഏതാണ് ഒക്കെ അറിയേണ്ടത് നമുക്ക് അദ്ദേഹത്തോടു കൂടി തന്നെ നമുക്കറിയാം. ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ബിരിയാണി എന്തായി എന്നൊന്നും കൂടെ നോക്കണ്ടേ. നമ്മുടെ അരി അങ്ങനെ മൂടി വെച്ചേക്കുക, അതിനെ കുറച്ചൊന്ന് നമ്മൾ ഇളക്കി വിട്ടില്ലേലുണ്ടല്ലോ അതങ്ങ് ഒട്ടിപ്പിടിക്കും. ഇനി ഈ
ഈ സമയത്ത് ഞാൻ ഇച്ചിരി ഒരുപാടൊന്നും വേണ്ട, അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത കൂട്ട് തന്നെ കുറച്ചൊരു കടലപ്പരിപ്പും കൂടെ വറുത്തതിൻ്റെ കൂടെ ഇടണം. എൻ്റെ കയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ബാക്കിയുണ്ട്. വേണമെങ്കിൽ നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അതിനുണ്ടാവാൻ പോകുന്നത്. ഇനി ഇതിനകത്തോട്ടിട്ടൊന്ന് അടച്ചു വെച്ചേക്കാം. ആ സമയം നമുക്ക് ഞാൻ മറന്നുപോയ കടലപ്പരിപ്പ് അതൊന്ന് വറുത്തെടുക്കണം. അത് ഒരുപാട് എന്നാന്നറിയാം, നമ്മൾ ഈ എന്നാ പറയുന്നത് ഇച്ചിരി കടിക്കുന്ന പരുവത്തിൽ മൂക്കണേ. വേണ്ട, ഇത്രയും മൂത്താൽ മതി, ഒരുപാടൊന്നും മൂക്കണ്ട. ഈ സമയം നമ്മുടെ എത്ര ആയാലും നമ്മുടെ വെജിറ്റബിൾസ് വെന്ത് കാണും. മതി. ഇനി ഇത് ഇത്രയും നല്ലതായിട്ട് വെന്തു. ഇനിയിപ്പോൾ നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു, നമ്മുടെ ബിരിയാണിയുടെ അരി വെന്ത് കഴിഞ്ഞു, നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് അതിന് ചേർക്കാനുള്ള കൂട്ടും എല്ലാം ആയി കഴിഞ്ഞു. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഇവിടെ ഒരു മെസ്സപ്പായി ഇരിക്കുക. ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഗസ്റ്റ് വരാൻ സമയമായി. ഈ പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്നും കുറേ അറിവുകളും നമുക്ക് അറിവില്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതെല്ലാം നമുക്ക് അദ്ദേഹത്തിൽ നിന്നും അറിവ് സമ്പാദിക്കാൻ കിട്ടുന്ന ഒരു അവസരവും കൂടിയാണ്. ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഇതിനായിട്ട് നേരം കളയാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന് കൊടുക്കാനുള്ളതെല്ലാം നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്തേച്ച് നമുക്ക് ഗസ്റ്റിനെ വിളിക്കാനുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് ഞാൻ നമ്മുടെ ബിരിയാണിയുടെ സാധനങ്ങളൊക്കെ മാറ്റി. പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നേ, ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നമുക്കൊരു സ്പെഷ്യൽ സാലഡ് ഉണ്ട്. നമ്മൾ എല്ലാവരും എപ്പോഴും ഉണ്ടാക്കുന്ന കൂട്ടുള്ള സാലഡ് അല്ല, ഒരു കുറച്ച് ഡിഫറൻസ് അത്രയേ ഉള്ളൂ. പക്ഷേ ആ സാലഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആദ്യം നമുക്ക് സാലഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം എടുത്തേച്ച് അതിനകത്തോട്ട് സലാഡ് കുക്കുംബറ് ഒരെണ്ണം, ഒരു വലിയ കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ വേണ്ടിയത് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ. ഇതിപ്പോൾ ഏകദേശം വലിയ ഒരു ടൊമാറ്റോ അല്ല, 2 എണ്ണം ഉണ്ട്, 2 മീഡിയം സൈസ്. പിന്നെ വേണ്ടിയത് നമുക്ക് ഒരു 2 വലിയ സവാള. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ്. ഇനിയിപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നത് എന്നാന്നറിയാം, ഞാൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മൾ പച്ചമുളക് അരിഞ്ഞിട്ടേച്ച് എന്നാ പറയുന്നത് തൈരും കൂടെ ചേർത്തേച്ചാണ് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ശരിക്കും ഇതെനിക്ക് ഏട്ടൻ്റെ അമ്മ പറഞ്ഞു തന്നതാ. ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. തേങ്ങ നല്ല പച്ച തേങ്ങ ആണെങ്കിൽ അത് ഞാനൊരു പ്രിഫറൻസ് പറഞ്ഞതേ ഉള്ളൂ. അതില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സാധാ തേങ്ങ നല്ല ചിരണ്ടി വെച്ച് അതിനകത്തോട്ട് പച്ചമുളക് നല്ലതായിട്ട് അരയ്ക്കണം. അതായത് നല്ല മഷി പോലെ അരച്ചേച്ച് നമ്മുടെ ഈ സാലഡിലോട്ട് അങ്ങ് ചേർക്കുക. നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക് ഇടണം. ഇതിനകത്തോട്ട് നമുക്ക് തൈര്. എന്നാലും ഈ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ച് ചേർക്കുമ്പോൾ ഉള്ളൊരു സ്വാദുണ്ടല്ലോ, അത് നല്ല സ്വാദാണ്. ബിരിയാണിക്കും ഒക്കെ എടുക്കാം. ഇനി അടുത്ത നമ്മൾ എന്നാ പറയാൻ പോകുന്നതെന്ന് അറിയാമോ, നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന അരിയും പ്രത്യേകം ഗ്രേവി ചെയ്തു വെച്ചു, അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കടലപ്പരിപ്പ് എല്ലാം ഇല്ലേ, ഇതുണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ആ ഉള്ളിയും അങ്ങനെ തന്നെ ആവും. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പം ഭയങ്കര ക്രിസ്പി ഉള്ളി ആയിട്ടില്ല. എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് കൂടുതൽ നെയ്യൊക്കെ ചേർത്ത് ആ ഒച്ചയെന്ന് വിളിക്കുമെന്നുള്ള ഒരു പേടി കൊണ്ട് ഇച്ചിരി നെയ്യേ ഒഴിച്ചിട്ടുള്ളൂ. ആ ഒരു ക്രിസ്പിനെസ് മാത്രമേ ഈ ഉള്ളിക്ക് കുറവുള്ളൂ. നല്ലതായിട്ട് ക്രിസ്പി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നെയ്യോ എണ്ണയോ എന്നേലും കൂടുതൽ ഒഴിച്ച് വെച്ച് നല്ല മുരിച്ചങ്ങ് എടുത്തേച്ചാൽ മതി. ഇത് ഞാൻ ബാക്കി വെക്കുന്ന എന്നത്തിനാണെന്നറിയാവോ, നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയാണ്. എന്നാൽ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ബിരിയാണിക്കകത്തോട്ട് ആ ഫ്ലേവർ ഇറങ്ങുകയും വേണം. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് ബിരിയാണിക്ക് ഇപ്പം നമ്മൾ എന്നാ പറയുന്നത്, ഈ ഗ്രേവിക്കകത്തോട്ട് രമ്പയില, മല്ലിയിലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മല്ലിയിലയുടെ കാര്യം ഓർത്ത്. എന്നും പറഞ്ഞ് നേരത്തെ ഇട്ടില്ല എന്നും പറഞ്ഞ് വിഷമമൊന്നും വേണ്ട കേട്ടോ. അതിൻ്റെ ഫ്ലേവർ നമുക്ക് നല്ലോണം കിട്ടും ചൂട് ചോറിനകത്തോട്ട് ഇടുമ്പം. പിന്നെ ഇതിൻ്റെ കൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇച്ചിരി കൂടെ ഒരു ഫ്ലേവർ കിട്ടണം. നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മണക്കുമ്പോൾ നല്ല ബിരിയാണിയുടെ ഫ്ലേവർ നമ്മുടെ കയ്യിൽ വരണം. അതിനുകൊണ്ട് നമുക്കൊരു ചെറിയ ടിപ്പാണ്, കുറച്ച് വാനില എസൻസ് ഇതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ, ഒത്തിരി ഒന്നും ഒഴിക്കരുത്, 2-3 ഡ്രോപ്സ് മാത്രം ഒഴിച്ചേച്ചാൽ മതി. ഏത് എസൻസ് ചേർക്കുവാന്നേലും അതിനൊരു മണം ഒരു വരാൻ വേണ്ടി മാത്രമേ എസൻസ് ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് കഴിക്കാൻ തുടങ്ങും. ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ വാനിലയാ ചേർക്കാൻ പോകുന്നത്. 1 2 3 ഡ്രോപ്സേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ.
ഇനി ഇതിനകത്ത് വലിയ ജോലിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബൗളിലേക്ക് നമുക്കിത് മാറ്റണം. ഞാൻ സാറിന് വലിയ ഗിഫ്റ്റ് ഒന്നും അല്ല, പക്ഷേ എന്നാലും എൻ്റെ ആനീസ് കിച്ചണിലേക്ക് വന്നത് ശരിക്കും എനിക്കൊരു അഭിമാനമായിട്ടാണ് തോന്നുന്നത്. ഇത്രയൊന്നും മതിയാവുകയല്ല, എന്നാലും ഞങ്ങളുടെ ഒരു എളിയ സ്വീകരണം. വരണം. നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. സാറിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷാ. പക്ഷെ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നേ, ചേച്ചിയുടെ കൈപുണ്യത്തിന് അത്രയൊന്നും എത്തുകയല്ല. എന്തായാലും സാർ വരണം. കൊള്ളാമല്ലോ. താങ്ക് യു. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ശരിക്കും സാർ എന്നും എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ഒരുപാട് തൃപ്തിയുള്ള ദിവസമാണ്. എന്താ പറയാ, സാറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ എന്റെ വായിൽ കുറച്ചായിരിക്കും. നമുക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണത്തിന്റെ പുറത്തല്ലേ. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും എനിക്ക് എന്താ പറയാ, എനിക്ക് എന്റെ വാക്കുകളൊക്കെ ഇച്ചിരി ആയിപ്പോവും സാറിനെ പറ്റി ഞാൻ പറയാനില്ല. നമുക്കിനി എന്താ വെച്ചാൽ അതാ അത് ഞങ്ങൾക്ക് എനിക്കെന്നല്ല, ശരിക്കും ഞാൻ എന്താ പറയാ, ഓൺ ബിഹാഫ് ഓഫ് എൻ്റെ പ്രേക്ഷകരുടെയും കൂടെ ഞങ്ങൾക്ക് സാറിനെ പറ്റിയും ചേച്ചിയെ പറ്റിയും ഒക്കെ ഞങ്ങൾക്ക് അറിയണം. അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നിന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞാൽ പോരല്ലോ. സാറിനെ പറ്റി നല്ലോണം അറിയണമെങ്കിൽ ചേച്ചി സാറും ഇരിക്കണം, ഇരുന്ന് നമുക്ക് വർത്താനം പറയണം. സാർ, സാറിന്റെ വിശേഷങ്ങളൊക്കെ പറയണം. ഓ ഉണ്ട്, വേണ്ടതുണ്ട്. ഇപ്പൊ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുക, അപ്പം അതിന്റെ തിരക്കിൽ ഇങ്ങനെ നടക്കുക. അപ്പൊ ഞാനിന്ന് പറയും ചെയ്തു എന്റെ ഷോയിലേക്ക്, എന്താ പറയാ, ഞാൻ വാക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മതിയാവൂല സാറിനെ പറ്റി പറയുകയാണെങ്കിൽ. ശരിക്കും സാറ് വളർന്നതെല്ലാം പൂനെയില്? വളർന്ന എവിടെയല്ല, ശരിക്ക് നമ്മളെ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലോ കണ്ണൂരില്. കണ്ണൂരാണ് ശരിക്കും വീട്. അവിടെ തന്നെ ഞാൻ വളർന്നതൊക്കെ. പിന്നെ ഇടയ്ക്ക് പിന്നെ പല സ്ഥലത്തുമായിരുന്നു എൻ്റെ സ്റ്റഡീസൊക്കെ. കുറച്ച് കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാട്, പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞു ബോംബെ, പൂനെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓക്കെ സർ, ബോംബെയിൽ പോയിട്ടാണ് സർ ഹിന്ദുസ്ഥാനി അതെല്ലാം കുറച്ചുകൂടെ ഇതായത് അല്ലേ? നമ്മുടെ കേരളയിലേക്ക് വന്നപ്പം ശരിക്കും കേരളയിൽ കൂടുതലും കർണാട്ടിക് സംഗീതമല്ലേ കൂടുതൽ. അപ്പം ശരിക്കും ആ ഹിന്ദുസ്ഥാനി നമ്മുടെ കേരളയിലേക്ക് ഇച്ചിരി ഒന്ന് എന്നാ പറയുന്നത്, വരാൻ ഇച്ചിരി ഒരു പാടുപോലെ അല്ലേ സാറിനാൽ? അത് കഴിയുമെന്ന് തോന്നുന്നു എനിക്ക്. അതുണ്ടായിരുന്നു, മുന്നേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു ലാസ്റ്റ് 2019 ഞാൻ ഇവിടെ വന്നത്. 1990 ട്രിവാൻഡ്രത്ത് കേരളത്തിൽ വന്നു. അപ്പം നേരെ ട്രിവാൻഡ്രത്തൊക്കെയാണ് വന്നത്, ഷിഫ്റ്റ് ചെയ്ത്. അപ്പം അതിനുശേഷം അപ്പോഴൊന്നും ഹിന്ദുസ്ഥാനി മ്യൂസിക് എന്താണെന്ന് അറിയില്ലല്ലോ. സത്യം, എനിക്ക് അത്ര അറിവില്ല. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് ഹിന്ദുസ്ഥാൻ കുറച്ചുകൂടെ കർണാട്ടിക്കിനെക്കാട്ടിലും ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ രാഗങ്ങളൊക്കെ? കുറച്ചുകൂടെ എല്ലാം ഉണ്ട്. സ്ലോ മൂവ്മെൻ്റ് ഉണ്ട്, മിഡിലുള്ള ഒരു ഇടയ്ക്കുള്ള മൂവ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സാറിനാൽ നമ്മുടെ ഹിന്ദുസ്ഥാനി സംഗീതം നമ്മുടെ ഹോൾ വേൾഡിൽ എത്തിക്കാൻ പറ്റണം. തീർച്ചയായിട്ടും എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ, പ്രേക്ഷകരും ഒക്കെ സാറിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പൊ വലിയ സന്തോഷമുള്ളത്, അതെ അതെ, എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ കേരളത്തിൽ എവിടെ കോൺസേർട്ട് ചെയ്യുമ്പോഴും ഫുള്ളാണ് ഓഡിയൻസ്. അതൊരു നല്ലൊരു ചേഞ്ചാണ്. കാര്യം 1990 ഞാൻ വരുമ്പോൾ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞാൻ 1993 30 hours സൂര്യ ഫെസ്റ്റിവലിൽ 30 hours പാടിയപ്പോൾ. സർ ശരിക്കും എന്നാ പറയുന്നത്, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു പവറിലേക്ക് എന്താ പറയാ അതിനൊരു സ്പിരിച്വൽ ഇത് വരും എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഒരു അനുഭവം സാറിന് എന്തോ പാടിയ സമയത്ത് വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കേട്ടറിവേ ഉള്ളൂ, അറിയില്ല. അത് പല സമയത്തുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് എണ്ണിപ്പെറുക്കി കിട്ടുന്ന ആൾക്കാർക്കുള്ള ഒരു അനുഗ്രഹമാണ് അത്. അത് നമ്മളെ ഇൻവോൾവ്മെൻ്റ് ആണ്. അത് മ്യൂസിക്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് ആകുമ്പോൾ നമ്മൾ ശരിക്കും ധ്യാനം ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മുടെ ധ്യാനം നമ്മൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ സമാധി അവസ്ഥയിൽ ഇരുന്നിട്ട് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് സംഗീതവും. റിയൽ മ്യൂസിക് പണ്ട് മുതൽക്കേ മ്യൂസിക് ഉണ്ടായിട്ടുള്ളത് ശരിക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ് സംഗീതം ഉണ്ടായിട്ടുള്ളത്. എനി മ്യൂസിക്, വേൾഡ് മ്യൂസിക് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാലും സംഗീതം ഭഗവാന് അർപ്പിക്കാനുള്ള, ഗോഡിന് വേണ്ടിയിട്ടുള്ളതാണ് സംഗീതം.
അങ്ങനെയാണ്. അതേപോലെ സംഗീതത്തിൻ്റെ ഭാഷ ഉണ്ടായിരുന്നത് നമുക്ക് സംസ്കൃത ഭാഷ ഉണ്ടായിരുന്നു, ലോകം മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആ സംസ്കൃതം ദേവഭാഷയാണ്. അപ്പോൾ ആ ദേവഭാഷ എന്ന് പറയുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്, അത് പാടുമ്പോഴും. അതിന് ഈ സംസ്കൃതം നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് ചേരുമ്പോൾ അതിന് വേറൊരു പവറുണ്ട്. ഇത് പാടുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും ഉണ്ടായിട്ടുണ്ടല്ലോ അമ്മയുടെ അടുത്ത്, അമ്മയുടെ പിന്നെ വള്ളിക്കാവിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാടുന്നത് ഗജേന്ദ്രമോക്ഷം. നമ്മുടെ ഒരു ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞാൽ ആനയുടെ കാലിൽ ക്രൊക്കഡൈൽ വന്ന് കടിച്ചപ്പോൾ ആ ഒരു സ്റ്റോറി ഉണ്ട്. അപ്പോൾ ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഗരുഡൻ്റെ പുറത്തിരുന്നിട്ട് വരുന്നു, രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ ഇത് ഞാൻ അമ്മയുടെ അടുത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഗരുഡ ചढ़ी പധാരേ ഗരുഡ ചढ़ी പധാരേ ഗരുഡ ചढ़ी ഗരുഡ 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 ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ മുന്നിലിരുന്ന് പാടാം. അമ്മ ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ഡിവോട്ടീസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഹേമ ഇതുപോലെ ഇരുന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഈ മുകളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഗരുഡൻ അവിടെ ഇരിക്കുന്നു. ഇത് സംഭവിച്ച കാര്യമാണ്. ഗരുഡൻ മുകളിൽ ഇരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇൻസ്പയർഡ് ആയി. കാരണം ഇതെന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇൻവോൾവ്ഡ് ആയി. അപ്പോൾ ഈ ഗരുഡൻ ഇപ്പോൾ ആനി ഇരുന്ന് അതേ പോർഷനിൽ വന്നിരുന്നു. വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് പിന്നെ അതിന് വിഷ്വൽസ് ഉണ്ട്, വിഷ്വൽസ് റെക്കോർഡ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് ഇരിക്കുന്നു. കോൺസേർട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതും കൂടെ വന്നു അതിൻ്റെ അകത്ത്, അത്രേ ഉള്ളൂ. അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ ഗരുഡൻ തിരിച്ചു പറന്നു പോയത്. പാട്ട് തീർന്നിടം വരെ. എന്നിട്ട് അമ്മ പറഞ്ഞു, മോനെ അവൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്, പക്ഷേ ഇത് മോൻ്റെ അടുത്ത് വന്നിരുന്നത് മോൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി സംതിങ് ഈസ് റിലേറ്റഡ് ടു ഗോഡ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ശിവോഹം, ഞാനിപ്പോൾ അത് സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, ശിവോഹം പാടുമ്പോൾ എനിക്ക് പലപ്പോഴും സ്റ്റേജിൽ തന്നെ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ പല സ്ഥലത്ത് നമ്മൾ മൽഹാർ പാടുമ്പോൾ, അബുദാബിയിൽ പാടുമ്പോൾ അവിടെ ഒരു മഴ പെയ്തു. അതെ, ശരിക്കും പാട്ടുകൾക്ക് അങ്ങനെ ഒരു പവർ ഉണ്ട്, എന്തായാലും മ്യൂസിക്കിനുണ്ട്. അത് സംഭവിക്കുന്നുള്ളൂ. എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഇൻവോൾവ്മെന്റ് ആയിരിക്കാം ചിലപ്പോൾ. തീർച്ചയായിട്ടും സാർ, ഏതൊരു കാര്യമാണെങ്കിലും ഈ പറഞ്ഞ കൂട്ടി പറഞ്ഞ ഞാനൊരു ചെറിയ പാചകം ചെയ്യുകയാണെങ്കിലും നമ്മുടെ സകല ഇൻവോൾവ്മെന്റും അതിനകത്തുണ്ടെങ്കിൽ മാത്രമേ അത് നന്നാവുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ സാറിന്റെ ഫാമിലി, ചേച്ചിയും നല്ലതായിട്ട് പാടും, ഒരു ഫാമിലി മൊത്തം പാട്ടിന്റെ എല്ലാവരും പാടും. 2 മക്കള് മധുവന്തി, മധുശ്രീ. എന്റെ മോനെ പോലെ തന്നെ എന്റെ മകൻ തന്നെ ചേട്ടന്റെ മോനെ. അവൻ ഇന്നലെ വന്നേ ഉള്ളൂ. ഞങ്ങൾക്കൊന്ന് പാടിത്തരണേ. അതേപോലെ ഒരു കാര്യം ചോദിച്ചേ, സാറിന് 2 പെൺകുട്ടികൾക്കും രാഗങ്ങളുടെ പേര് ഇട്ടേക്കുന്നോ ആണോ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞ എന്നാ പേര്? മൂത്ത മോള് മധുവന്തി, രണ്ടാമത്തെ ആളുടെ പേരെന്താ? മധുശ്രീ. ഇതെല്ലാരും കാണുവാന്നേ. ഇത് നന്നായി. എന്തായാലും സ്കൂള് ചോദിച്ചില്ലല്ലോ. സ്കൂൾ ഏത് സ്കൂളിലാണ്? ഒരു മിനിറ്റ് ഇങ്ങനെ അവിടെ ഇവിടെ കാണിച്ച്. അതെ, ഇത് ഞാൻ പറഞ്ഞ അവളെ ഇപ്പൊ വീട്ടിൽ പോയിട്ട് പറയും, എനിക്ക് പറയാൻ തന്നില്ലെന്ന് പറഞ്ഞു. ചേച്ചിയുടെ വിശേഷങ്ങൾ ഞങ്ങൾ ചോദിക്കും. ചേച്ചി ട്രിവാൻഡ്രത്തിന്നാണോ? ഇല്ല, ഞാൻ കണ്ണൂര്. ഞാൻ കല്യാശ്ശേരി പറയുന്നത്. ചേച്ചി മ്യൂസിക് ആണോ പഠിച്ചേക്കുന്നത്? ഇല്ല, ഞാൻ മ്യൂസിക് ഒന്നും പഠിച്ചില്ല. ഞാൻ കല്യാണത്തിന് ശേഷം പഠിച്ചത്. അതുവരെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാടി നടക്കും. ആസ്വദിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. അതെ അതെ. ഹിന്ദുസ്ഥാനിയും പാടും. ശരിക്കും പറഞ്ഞാൽ വർത്താനം പറഞ്ഞ് സാറിന്റെ വർത്താനം കേട്ടാൽ ഞങ്ങൾക്കും കൂടെ ഒരുപാട്, എനിക്ക് മാത്രമല്ല എൻ്റെ പ്രേക്ഷകർക്കും കൂടെ ഒരുപാട് അറിവുകൾ കിട്ടും. പക്ഷെ എന്നാലും എൻ്റെ എന്നാ പറയുന്നത്, എൻ്റെ കിച്ചണിലേക്ക് വന്നിട്ട് സാറിന് ഞാൻ ഒന്നും സെർവ് ചെയ്തില്ല. ഞാനൊരു ചെറിയ ഒരു ഡിഷ് തരാം. ഈ പറഞ്ഞ പോലെ ഒത്തിരി ഒന്നല്ല, ഇച്ചിരി ആണെങ്കിലും എൻ്റെ മാക്സിമം ഇൻവോൾവ്മെന്റോടുകൂടി ഞാൻ ചെയ്ത ഒരു ചെറിയ ഡിഷാ. അല്ല, അതിനേക്കാളും വലിയൊരു കാര്യമാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള
ഞാൻ മഴയത്ത് മുൻപേ ഞങ്ങൾ കണ്ടിട്ട് എപ്പോഴെങ്കിലും ടി വിയിൽ കണ്ടാലും ഓഫ് ചെയ്യാറില്ല. അയ്യോ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ചേച്ചി. ആക്ടിങ്. ശരിക്കും എന്റെ ആനീസ് കിച്ചണിൽ വന്നപ്പോ സാറ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ശരിക്കും അതെന്നാ ഒരു പൊൻതൂവൽ പോലെ തന്നെയാ. ഇപ്പൊ ചേച്ചി എന്നെ ഇഷ്ടമെന്നും കൂടെ പറഞ്ഞപ്പോ ശരിക്കും കേട്ടോ ദൈവമേ അഹങ്കാരം ഒന്നും വരുത്തരുതേ, ഇച്ചിരി സന്തോഷം കൂടുതലുണ്ട്. അതുപോലെ മഴയത്ത് മുൻപേ കണ്ടപ്പോ ആദ്യം ചെറുതായിട്ട് ദേഷ്യമൊക്കെ പിടിച്ചിട്ടുണ്ട്. മഴയത്ത് മുൻപേ കണ്ടപ്പോ അത് ആദ്യം കണ്ടപ്പോ മിക്ക പേർക്കും ഇത് എന്തൊരു സാധനമാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ പക്ഷെ ഭയങ്കര സാധനം. ചേച്ചി ഞാൻ ബേസിക്കലി സാധുവാണ് എടുത്തതാ. ഒരു മിനിറ്റ് ഞാൻ ചേച്ചിക്കുള്ളതും സാറിനുള്ളതും എടുത്തിട്ട് വരട്ടെ. ഇനി നമുക്ക് കഴിച്ചുകൊണ്ട് സർ ഞങ്ങൾക്ക് കൂടുതൽ വിശേഷം പറയണം. സർ പൂനെയിലെ സംഗീത കച്ചേരി നടത്തിയപ്പോൾ അതിന്റെ കൂടെ ഒരു ചിത്രരചനയും അത് ആക്ച്വലി നമ്മുടെ സിനിമയുടെ 100ാമത്തെ വാർഷികം, സിനിമയുടെ 100 ഇയേഴ്സ് ഓഫ് ഇന്ത്യൻ ഫിലിമിൽ സിനിമ, അതിന് വേണ്ടിയിട്ട് അവിടെ ചെയ്യും. അതിൻ്റെ കൂടെ ചിത്രരചന നമ്മുടെ ശശികുമാർ, അദ്ദേഹം ഇന്നില്ല. ഇതിനായിട്ട് അദ്ദേഹത്തിന് അസുഖമായിരുന്നു, ക്യാൻസർ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അവിടെ വരച്ചു. വലിയ സംഭവമായിരുന്നു അത്. കാര്യം പൂനെയിലുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാവരും വളരെ ഇമ്പ്രസ്ഡ് ആയിരുന്നു. അദ്ദേഹം ഞങ്ങളിങ്ങനെ രാത്രിയൊക്കെ ഇരുന്ന് പിന്നെ പുറത്തായിരുന്നു, ശരിക്കും ഔട്ട്ഡോർ ആയിരുന്നു. രാത്രി 12 മണിക്കൊക്കെ പാടുമ്പോഴൊരു കിളികളൊക്കെ വന്ന് ഭയങ്കര ഇതായിരുന്നു അവിടെ. ഭയങ്കര മൂടായിരുന്നു. കാട്ടിലൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും സന്ധ്യ കഴിഞ്ഞാൽ കിളികളൊക്കെ കൂടണേന്നാ പറയുന്നത്. പക്ഷെ ഈ സംഗീതവും ഇതെല്ലാം കൂടെ ആയപ്പോ കിളികൾ വെളിയിലേക്ക് വരിക അത് നമ്മൾക്കറിയണില്ല, നമ്മളിങ്ങനെ പാടിക്കൊണ്ടിരിക്കില്ല. അത് പുറത്തിരുന്ന് ഓഡിയൻസിനാണ് അത് കിട്ടുന്നത്. അവരിങ്ങനെ പാട്ട് കേൾക്കുമ്പോൾ പലതും സംഭവിക്കുന്നത് അവർ കാണുകയാണല്ലോ അവിടെ. മോന് എന്താ ചെയ്യുന്നത്? ഞങ്ങൾക്കൊരു നല്ലൊരു പാട്ട് പാടി തരുമോ? ഓക്കെ. सावरिया के दे बादरिया रे बरसो सावरिया के दे तू जो बादरी बरसन जाने बरस पियाज के दे बरस पियाज के दे ശരിക്കും ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും ഞാൻ ഒത്തിരി എന്നാ പറയാ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. ഇവിടെ വളർന്നൊക്കെ പൂനെയില്. ഓക്കെ, മലയാളം ഒക്കെ നല്ലോണം അറിയും. ബോൺ ആൻഡ് ബ്രോട്ട് ഇൻ പൂനെ. ഓ അത് ശരി. അപ്പൊ മലയാളം ഒക്കെ നല്ലോണം അറിയും. ഇവിടെ വന്ന് ആരായിരുന്നു ഗുരു? അങ്ങനെയുണ്ട് സാർ തന്നെ. വെരി ഗുഡ്. നല്ല കാര്യം. സാർ കഴിച്ചില്ല. ചേച്ചി ഈ പറഞ്ഞാലും മിണ്ടാതിരുന്നാ മതിയോ? ഈ കുടുംബം മൊത്തം ഞങ്ങക്ക് പാട്ടാന്നറിയാവേ. ഒരു 2 വരി ഞങ്ങക്ക് വേണ്ടി. ഞാനേ ചേച്ചി സാരമില്ല, ഇത് കഴിക്കാനല്ലേ സാർ. ചേച്ചി കുഴപ്പമില്ല, ഒരു 2 വരി. ഞങ്ങളുടെ ഒരു സെൽഫിഷ്നെസ് ആണ് കൂട്ടിക്കോ. ഒരു ഒരു നറു പുഷ്പമായി എന്നേർക്ക് നീളുന്ന മിഴിമുനയാരുടേതാവാം ഒരു മഞ്ജു ഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയോർത്താവാം അറിയില്ലെനിക്കറിയില്ല പറയുന്നു സന്ധ്യ തൻ മൗനം മൗനം. കണ്ടോ ചേച്ചി എന്നാ എളുപ്പാ. ചേച്ചീനെ സാറെല്ലാം കൂടുതലും പഠിപ്പിച്ചപ്പോ ചേച്ചി ഇനി ഒരു പാട്ട് പാടും.
ബാസുരി ശ്രുതി പോലെ നിൻ കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാടെനിക്കിഷ്ടമായി. അതു ചേർന്നു കേൾക്കും സാന്ദ്ര മൃദംഗമൻ ജീവന്റെ ആദിതാളം. ഓ ബാസുരി ബാസുരി. ഇപ്പൊ പാടിയപ്പോഴേ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചേ, ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാറിനെ നോക്കുന്നുണ്ട്. അപ്പൊ ഈ പാടുമ്പോ പേടിയുണ്ടോ സാറിന്റെ കൂടെ ഇരുന്ന് പാടുമ്പോ? അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും ഞാൻ അങ്ങോട്ട് നോക്കില്ല. അല്ല സാർ നോക്കണ്ട, ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ദൈവമേ തെറ്റുന്നുണ്ടോ? അതല്ല ഇവിടുത്തെ സംഗീതം ഇവിടുത്തെ. അതെന്താന്നറിയോ, ആ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ സാറിന് ആ ചെറിയൊരു തെറ്റ് പോലും ക്ഷമിക്കാൻ ഒക്കുകയല്ല ഒരു ഉണ്ട് അതിനകത്തല്ലേ. എല്ലാം ശരിക്കും പാട്ട് മ്യൂസിക് പഠിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. ഭർത്താവാണെന്ന് അവിടെ ഒന്നും ചിന്തിക്കാനില്ല. അങ്ങനെ ചിന്തിച്ചാൽ ഒന്നും പഠിക്കില്ല. അല്ല ചേച്ചി പാടിയപ്പോ അത് മനസ്സിലായി എനിക്ക്. ആ 2-3 പ്രാവശ്യം ഇങ്ങനെ നോക്കുന്നുണ്ട്. സംഗീതത്തിൽ നന്നായിട്ട് കിട്ടണമെങ്കിൽ ഭാഗ്യമാണ് ശരിക്കും. എല്ലാ സമയത്തും നമുക്ക് പെർഫെക്ഷനിൽ വരത്തില്ല. കമ്പ്യൂട്ടർ നോ എല്ലാവർക്കും എനി മ്യൂസീഷ്യൻസ് അതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ് ശരിക്കും. നമ്മൾ തമാശയ്ക്കൊക്കെ പറയുന്നു അങ്ങനെ, പിന്നെ തെറ്റാതെ അങ്ങനെ അടിക്കുന്നു, തങ്ങളിൽ ദേഷ്യപ്പെടുന്നു, തെറ്റുമ്പോഴേ പറയുന്നു. പിന്നെ കുട്ടികൾ എനിക്ക് വലിയ വിഷമം തോന്നാറുണ്ട് ചിലപ്പോൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ ഇവരിരുന്നിട്ട് കുട്ടികളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു അല്ല ഈ ജഡ്ജായിട്ടിരിക്കുന്ന ആൾക്ക് ഒരാൾക്ക് അവിടെ പോയിരുന്ന് പാടാൻ പറ്റുമോ കൃത്യമായിട്ട്? അത് മനസ്സിലാക്കണം. അവർ പറയുന്നതിൽ ലിമിറ്റ് വേണം, കൺട്രോൾ ചെയ്യണം കുറച്ച്. അവർക്ക് പറയാം, പക്ഷേ അത് ദേഷ്യം അവർ കൺട്രോൾ. കാര്യം മ്യൂസിക് ഈസ് ഡിവൈൻ ആണ്. അത് എല്ലാവർക്കും എല്ലാ സമയത്തും പാടാൻ പറ്റത്തില്ല. സുസ്വരം വരുന്നത് എത്രയോ വർഷങ്ങളെടുത്ത് പ്രാക്ടീസ് ചെയ്തെങ്കിലേ സുസ്വരം വരത്തുള്ളൂ. സുസ്വരം വരുന്ന പിന്നെ ത്രോട്ട് ഉണ്ടെങ്കിൽ അത് ഭഗവാൻ്റെതാണ്. കാര്യം നമ്മൾക്ക് അവർ കുറ്റം പറയാനുള്ള അധികാരമില്ല. കാര്യം അവർ ഓൾറെഡി അവർ ദൈവീകത്വം നിറഞ്ഞിട്ടുള്ളവരാണ് അവർ. സർ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടെന്ന് പറയണം. ചേച്ചി നല്ലൊരു കുക്കാണോ? ചേച്ചി ചിരിക്കുന്നോ? അല്ല സത്യം പറഞ്ഞാല് എനിക്ക് ഭയങ്കര ക്രേസ് അല്ല കുക്കിങ്. നല്ലയാണോ? അല്ല അതും ഒരു കല പോലെ തന്നെയാണ് ഞാൻ വിചാരിക്കണു അല്ലേ കുക്ക് ചെയ്യണത്. നല്ലൊരു മ്യൂസീഷ്യൻ ആണെങ്കിൽ നല്ലൊരു കുക്കായിരിക്കണം എന്ന് പറയാം. കറക്റ്റ് ഉപ്പ് മുളകൊക്കെ കറക്റ്റ് ചെയ്യണമൊക്കെ അങ്ങനെയല്ലേ? പാട്ട് പാടുമ്പോൾ നമ്മൾ കറക്റ്റ് കഴിവതും. ചേച്ചി നല്ലൊരു കുക്ക് ചെയ്യോ വീട്ടില്? കേട്ടോ ഞാൻ ഇല്ലില്ല നല്ല കുക്കിംഗ് എന്ന് പറയാൻ എനിക്ക് അത്രയും ക്രേസ്. കള്ളം പറയുന്നത് ഇല്ലില്ല ക്രേസ് അല്ല സത്യം. സമ്മതിക്കുന്നില്ല. അത് മാഷിന് ഇഷ്ടമുള്ള കുറച്ച് കാര്യം ഞാൻ ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കള്ളം പറയരുത് കേട്ടോ. നല്ലൊരു ഫുഡ് ചെയ്യുന്നതാണ് സാർ പറയുന്നത് അല്ലേ? ചില സമയത്ത് 2 തവണ ഒപ്പിട്ട് പോകും. അല്ലല്ല ഒരു പ്രാവശ്യം പറ്റിയ സാധനം എനിക്ക് ഉപ്പ് കുറവ്. അതെന്നാന്നറിയോ, ബേസിക്കലി ഞാൻ ആസ് എ വൈഫ് എന്ന് പറയുക, ഇപ്പൊ നമുക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് എന്നതേലും ഒരു അബദ്ധം പറ്റിയാലുണ്ടല്ലോ, ഈ ഹസ്ബൻഡ്സ് നാച്ചുറലി അത് ഉള്ള കാലം മുഴുവൻ പറയും. അത് പണ്ടങ്ങാണ് സംഭവിച്ചതായിരിക്കും, അത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും വലിയൊരു കാര്യം ദാസേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. സാധാരണ എന്നും ഉണ്ടാക്കി. പക്ഷേ എനിക്ക് ഭയങ്കര പേടി, ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് ഒന്ന് കാപ്പി പോലും എനിക്ക് ഇടാൻ പേടി. അല്ല എനിക്ക് ഭയങ്കര വെപ്രാളം വിളമ്പി കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു ഭയങ്കര. എന്നോട് ദാസേട്ടൻ ഒന്നും പേടിക്കണ്ട, നീ ടെൻഷൻ അടിക്കണ്ട, നീ പതുക്കെ എനിക്ക് വിളമ്പിക്കോളൂ, മറ്റേ എന്താ പറയാ ഒരു പേടിക്കാതെ വിളമ്പിക്കോളൂ എന്ന് പറഞ്ഞാലും ഞാൻ ശരിക്കും ഒത്തിരി ഹോംലി പേഴ്സൺ ആണ്. അതെന്തിന്റെ ഭയമാണെന്നൊരു നമുക്കൊരു ബഹുമാനം കൂടി ആദരവോ അങ്ങനെയൊക്കെ വരുന്നൊരു ഭയമാണ് നമുക്ക്. ശരിയായി പറഞ്ഞോട്ട് ഞാൻ ആ ചേച്ചിയുടെ സ്ഥാനത്തെങ്കിലും ഞാനും പറയും. എനിക്ക് അറിയുന്നില്ലാത്ത പോലെ ഞാൻ എന്താ ചെയ്യേണ്ടത് മനസ്സിലായി. എന്റെ ഗുരുജി പത്മവിഭൂഷൺ സംഗീത് മാർത്താണ്ഡ് പൂജ്യ പണ്ഡിറ്റ് ജസ്രാജ് ജി. അദ്ദേഹം ഇവിടെ നിന്നല്ല, അദ്ദേഹം വലിയ ടോപ്പിൽ അങ്ങ് മോള് നിൽക്കുന്നൊരു. ശരിക്കും എന്റെ ഏട്ടൻ പറയുന്നത്, എന്റെ ഏട്ടൻ്റെ ഒരു ഫിലിമിലുണ്ട്, എന്നാ പറയുന്നത്, ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ ഒരു മറ്റേ ഫിലിമില് അയ്യോ അതെന്താ ഫിലിം? അയ്യോ ഷാജിയുടെ ഫിലിമൊക്കെ മ്യൂസിക്കൽ ഫിലിം ഷാജിയുടെ കുറച്ച് പടങ്ങൾ. ഞാൻ ഒരു കാര്യം പറ്റാ, 6-ാം നമ്പർ ഞങ്ങൾ ഇപ്പോഴും അതൊക്കെ അത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഷാജിയുടെ കോൺട്രിബ്യൂഷൻ ഞാൻ നമസ്കരിക്കുന്നത്.
ശരിക്കും ഞാൻ ഈ സമയത്ത് ഷെയർ ചെയ്യാണ് അത്. അങ്ങനെയുള്ള പാട്ട്, അങ്ങനെയുള്ളൊരു മൂവി പിന്നെ ഉണ്ടാവത്തില്ലല്ലോ. ആ ഭയങ്കര മഞ്ജു ഒക്കെ ഓഹോ ആ സ്ക്രിപ്റ്റ്, ആ ഡയറക്ഷൻ, ആ സോങ്സ്, രവിയേട്ടൻ്റെ പാട്ടുകൾ. ശരിക്കും എനിക്ക് ശരിക്കും ഇപ്പം സാറ് ഞാൻ എനിക്ക് ഇപ്പോഴും റിക്വസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയാം, ഷാജിയുടെ അടുത്ത് പറയണം അങ്ങനത്തെ ഒരു പടവും കൂടെ ചെയ്യാൻ പറയാം. തീർച്ചയായിട്ടും പറയാം സർ. സാറിന്റെ കോൺട്രിബ്യൂഷൻ വിത്ത് സാറിന്റെ കോൺട്രിബ്യൂഷൻ അത് എൻ്റെ ഒരു ഭാഗ്യമായിരിക്കും. എന്താ പറയാ, ആ പടത്തിലെ രവി സാർ ഏറ്റവും നല്ല മ്യൂസിക്കാണ് ചെയ്തേക്കുന്നത്. ഇനി ചെയ്യുന്ന പടത്തിൽ സാർ നല്ല അതേപോലത്തെ ഒരു നല്ല മ്യൂസിക് ചെയ്യാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, സമയം ഉണ്ടാവട്ടെ. അതെ തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ എന്നാ പറയാനാ, ഈ സാറിന്റെ വിശേഷങ്ങൾ കേട്ടിട്ടും മതിയാവുന്നില്ല. എന്നാലും വർത്താനം പറയണം എന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് സമയപരിമിതികളുണ്ട് സർ. അതുകൊണ്ട് പിന്നെ എത്രയായാലും ഈ പറഞ്ഞ കൂട്ട് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും സാറിൽ നിന്ന് അറിയാനുണ്ട്. വിശേഷങ്ങൾ മാത്രമല്ല, ഞങ്ങളെപ്പോലത്തുള്ള ജനറേഷന് അറിവാണ് ഏറ്റവും കൂടുതൽ ആവശ്യം. സാറിൽ നിന്നും പകർന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്കൊരു ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഈ ഷോ സാറുമായിട്ടൊന്ന് നടത്താൻ പറ്റിയതും ഇച്ചിരിയൊക്കെ അറിവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറച്ചൊക്കെ. എന്തായാലും ഞങ്ങളുടെ സമയപരിമിതി കൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങൾ എന്നാ പറയുക, ദൈവം അനുഗ്രഹിച്ച് ഒരു എപ്പിസോഡിലും കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും. മോൻ ഏറ്റവും വലിയ എന്താ പറയുക, സാറിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നതല്ല, എന്നാലും ചേച്ചിയുടെ ഒരു ചെറിയ വാക്ക് ഏറ്റവും ഉയരത്തിലേക്ക് എത്താൻ പറ്റുന്ന അത്രയും എത്തട്ടെ എന്നുള്ള ആശംസകൾ പറയുകയാണ്.